Welcome to Free Pan Kitchen. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് പുഡിങ്ങാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 ക്യാരറ്റ് മീഡിയം സൈസ് തൊലി കളഞ്ഞത്, 1/2 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1/2 ലിറ്റർ പാല്. ക്യാരറ്റിലിട്ട് കുറച്ച് പാല് ചേർത്ത് ഒന്ന് നന്നായി അരച്ചെടുത്ത് മാറ്റി വെക്കാം. സ്റ്റൗവിൽ ഒരു പാൻ വെച്ച ശേഷം നമുക്ക് 1/2 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. ഈ മിൽക്ക് പൗഡറിലേക്ക് നമുക്ക് ഇളം ചൂട് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെടാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ പാല് തിളക്കുന്നുണ്ട്. നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം ഇത് നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഒന്ന് സെറ്റായ ശേഷം നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. 1/4 കപ്പ് തേങ്ങ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായി ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു ഡിഷുമായി വരുന്നത് വരേക്കും ബൈ.